ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇത് സൺഡേ ആണ്. അപ്പോൾ 2-3 ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ ഞാൻ ഇടുന്നത്. ഇന്ന് മുതൽ നമ്മുടെ ഡെക്കറേഷൻ തുടങ്ങിയ ദിവസമായിരുന്നു. അപ്പോൾ ഡെക്കറേഷൻ ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് എല്ലാം കൂടെ ഒന്നിച്ചിടാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ല. അപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് കുറച്ച് അത്യാവശ്യ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഞാൻ വേഗം പപ്പക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ട് പപ്പ വെളുപ്പിന് 5:30 കുർബാനക്ക് പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും കൂടി ഒന്നിച്ചിട്ട് 9:30 കുർബാനക്ക് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പപ്പക്ക് ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ പോയി വന്നു കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കഴിച്ചത്. അപ്പോൾ പപ്പ പോയപ്പോൾ ഞാൻ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു വരുമ്പോൾ ബ്രെഡ് മേടിച്ച് കൊണ്ടുപോകുന്നതെന്ന്. കാരണം രാവിലെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി നിന്ന് കഴിഞ്ഞാൽ ഒത്തിരി നേരം പോകും. അപ്പോൾ നമുക്കതിന് സമാധാനമായിട്ട് റെസ്റ്റ് എടുത്തൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കിയാൽ നല്ലതാണെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ ബ്രെഡും പുളിസയാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ പള്ളിയിൽ വന്നത് തിരിച്ചു പോന്നു. നേരത്തെ നമ്മൾ രാവിലെ 9:30 മാസം കഴിഞ്ഞാൽ പിന്നെ ആര്യാസ് പാർക്കിൽ പോയി മസാല ദോശയൊക്കെ കഴിച്ചിട്ടൊക്കെ വരുമായിരുന്നു. പക്ഷേ ഇല്ലേ, ഇപ്പോഴായിട്ട് നമ്മൾ കഴിഞ്ഞ 2 ആഴ്ച മുമ്പൊക്കെ അവിടെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും രാവിലെ ഭയങ്കര തിരക്കാണ് അവിടെ. പിന്നെ ആണെങ്കിൽ നമ്മളവിടെ പോകുന്ന സമയത്താണെങ്കിലും സൺഡേയ്സിലും അവിടെ നല്ല ബഹളം നടക്കണതാണ്. ആളുകൾ സാധനങ്ങൾ കിട്ടിയില്ല, വെയിറ്റ് ചെയ്തിരുന്ന് മതിയായി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബഹളം എപ്പോഴും കാണാം. അപ്പോൾ ചില സമയത്ത് നമ്മൾ ചെല്ലുമ്പോൾ സീറ്റ് ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ പലതവണ നമ്മൾ തിരിച്ചു പോന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി അങ്ങോട്ട് പോകണ്ട എന്നുള്ളൊരു തീരുമാനത്തിൽ വീട്ടിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതാണ് കേട്ടോ. പിന്നെ എനിക്ക് ഇന്ന് നമ്മുടെ ക്രിബെല്ലാം വെക്കേണ്ട ദിവസം ഇതുകൊണ്ട് തന്നെ കൂടുതൽ പണികൾ ഞാൻ ചെയ്തില്ല. ഉച്ചക്കുള്ള ഫുഡൊക്കെ വളരെ മിനിമം സംഭവം വെച്ചിട്ട് അങ്ങോട്ട് തീർക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ തലേ ദിവസത്തെ മീൻ കറിയുണ്ട്, മീൻ വറുത്തുണ്ട്. പിന്നെ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല നമ്മൾ, അതിൻ്റെ കറി ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത്തിരി ബിരിയാണി റൈസ് മാത്രം വെച്ചാൽ മതി. അപ്പോൾ അങ്ങനെ കുറച്ച് എളുപ്പ പരിപാടികളായിരുന്നു. അതെല്ലാം ഞാൻ ചെയ്ത് പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ എല്ലാ ദിവസവും ഉണ്ടിട്ട് തുണി 2 ബാച്ച് കഴുകണം, അത് മടക്കണം, അങ്ങനെ ഒരുപാട് പണികളുണ്ട്. അപ്പോൾ അതുമൊക്കെ ഇതിൻ്റെ ഇടയിൽ കൂടി വേഗം ചെയ്ത് തീർത്ത്. അപ്പോൾ മുന്തി നമ്മൾ അന്ന് ഒരു തവണ മാത്രമേ ഇളക്കിയിട്ടുണ്ടാകുന്നുള്ളൂ ഇട്ടട്ടെ. അപ്പോൾ ഒന്നുകൂടി ഞാനൊന്ന് നോക്കിയതാണ് എന്തൊക്കെയാണ് അവസ്ഥ എന്നുള്ളത്. അപ്പോൾ നല്ല ഒരു കളറൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഇനിയുണ്ട് ദിവസം. ക്രിസ്മസിൻ്റെ തലേദിവസം നമുക്കിതിന് എടുക്കാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ ഇത്തിരി ലേറ്റായിട്ടായിരുന്നല്ല പെയിൻറ്റിങ് ഒക്കെ കഴിഞ്ഞ് ഒക്കെയല്ലേ നമ്മൾ ഇട്ടത്. അപ്പോൾ അതുകൊണ്ട് ഇത്തിരി ലേറ്റായിപ്പോയി. 30-ാം തീയതി നമ്മൾ വൈകിട്ടിട്ടുണ്ടായിരുന്നത്. 25 ദിവസത്തെ വൈനാണ്. അപ്പോൾ അത് ക്രിസ്മസിൻ്റെ അന്നാണ് ശരിക്കും എടുക്കേണ്ടത്. പിന്നെ നമ്മൾ തലേദിവസം എടുക്കാമെന്ന് വിചാരിച്ച്. കാരണം നമ്മൾ പാതിര കുർബാനയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കേക്കും വൈനും കഴിക്കുന്ന ഒരു അങ്ങനെ കഴിക്കാറുണ്ടല്ലോ. അപ്പോൾ ഏതായാലും തലേദിവസം 24-ാം തീയതി എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ തലേദിവസത്തെ തുണികളുണ്ടല്ലോ, അതെല്ലാം ഒന്ന് മടക്കി പണികളെല്ലാം ഒന്ന് ഒതുക്കാതെ എനിക്ക് ഈ ഒരു പരിപാടിക്ക് നിൽക്കാനായിട്ട് താല്പര്യമില്ല. പിന്നെ ക്രിബ് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യാൻ എനിക്ക് ഒരുപാട് ആഗ്രഹമാണ്. പക്ഷേ ഇവിടെ അതൊന്നും നടക്കില്ല. കാരണം നിങ്ങൾക്ക് കാണാമല്ല, വീട്ടിലെ ജോലികൾ ചെയ്ത് തന്നെ ഒത്തിരി നേരം പോകും. പിന്നെ ഞാൻ ഇതെല്ലാം കൂടി എങ്ങനെ ചെയ്യാനാണ്? ഇവിടെ പിള്ളേർക്കാണെങ്കിലും പപ്പക്കാണെങ്കിലും ഇങ്ങനെയുള്ള ഈ കലാപരമായ കാര്യങ്ങൾക്കൊന്നും ഒട്ടും ഇൻട്രസ്റ്റും ഇല്ല. അവർക്ക് അറിയില്ല ചെയ്യാനായിട്ട്. അത് ഞാൻ തന്നെ ചെയ്യണം. അപ്പം നമ്മൾ കഴിഞ്ഞ തവണ അതിൻ്റെ മുമ്പത്തെ തവണയൊക്കെ ആ പച്ച പുല്ല് വെച്ചിട്ടുള്ള നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ്, പുല്ല് ഷീറ്റില്ലേ, അതൊക്കെ ഇട്ടിട്ടല്ലേ ചെയ്തുകൊണ്ടിരുന്നു വെച്ചത്. അപ്പോൾ ഇത്തവണ എനിക്ക് അങ്ങനെ തോന്നിയില്ല. ഒരു സിമ്പിളായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം എനിക്ക് ചെയ്ത് തീരണില്ല. പണികൾ ഒത്തിരി കിടക്കണേണെന്നേ, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കിടക്കണം. അപ്പോൾ ഈ രൂപങ്ങളാണെങ്കിലും ഒന്ന് എടുത്തു വെക്കാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ തന്നെ അതെല്ലാം എടുത്ത് വെച്ച് വേഗം ഒന്ന് എടുത്ത് ഒരു ചെറിയ ഒരു രീതിക്കുള്ള ഒരു സെറ്റപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മുടെ ക്രിസ്മസിൻ്റെ ക്രിബില്ലേ, നമ്മൾ രൂപം മേടിച്ച ഇത് കടയില്ലേ, അവിടെ നല്ലൊരു ക്രിബ് ഉണ്ടായിരുന്നു. അത് മരത്തിൽ ചെയ്തേക്കുന്നതാണ് കേട്ടോ. നല്ല നീളമൊക്കെയുള്ള ഒരു ക്രിബ്. അത് മേടിക്കാൻ റിച്ചാർഡ് അന്ന് കുറേ എൻ്റെ അടുത്ത് പറഞ്ഞ്. അതിന് 4500 രൂപയായിരുന്നു ആ ക്രിബ് മാത്രം കേട്ടോ, രൂപങ്ങളൊന്നും ഇല്ലാതെ. അത് മേടിക്കാൻ പറഞ്ഞെങ്കിൽ ഞാൻ പറഞ്ഞ് വേണ്ട. ഒന്നത് നല്ല വലിയ സൈസാണ്, അത് നല്ല വെയിറ്റും. ഇതൊക്കെ ആര് കൈകാര്യം ചെയ്യാനാണ് റിച്ചാർഡ്? എല്ലാ കൊല്ലം ഞാനും പപ്പയും കൂടിയാണ് ഇതെല്ലാം ചെയ്തു വെക്കണത്. അപ്പം ഓരോ കൊല്ലം കഴിയുന്തോറും നമുക്കതിൻ്റേതായ ഏജ് കൂടുന്നതനുസരിച്ചുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. പപ്പ നന്നായിട്ട് ടയേർഡാണ്. പപ്പയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെയിൻറ്റിങ്ങിൻ്റെ ആ സമയം മുതലേ കിടന്ന് പണിയെടുത്ത്
ആകെ ടയേർഡാണ്. അതിനോട് ചേർന്ന് ഇപ്പോൾ ക്രിസ്മസിൻ്റെ പണിയും കൂടി അയക്കണല്ലേ. അപ്പോൾ പപ്പക്കാണെന്നുണ്ടെങ്കിൽ എല്ലാം ഒറ്റക്ക് തന്നെ ചെയ്യണം. പപ്പ ഇല്ലാത്ത സമയത്തൊക്കെ നമ്മൾ പുറത്തുനിന്ന് ആളെ വെച്ചാൽ ചെയ്യിക്കണം കേട്ടോ. ഈ ക്രിസ്മസ് സമയത്തൊന്നും നമ്മളാരും പിള്ളേരെ ഞാനന്ന് ലൈറ്റ് ഇടാൻ നിൽക്കില്ല, പുറത്തുനിന്ന് ആളെ വെച്ചിട്ടാണ് ചെയ്യിക്കണത്. പക്ഷെ പപ്പ ഉണ്ടെങ്കിൽ പപ്പ സമ്മതിക്കില്ല. അങ്ങനെ പപ്പ ഒറ്റക്ക് തന്നെ എല്ലാം ചെയ്യണേന് കേട്ടോ. അപ്പോൾ ഈ മുകളിലേക്കൊക്കെ വലിഞ്ഞ് കയറലും ഇറങ്ങലും ഒക്കെ ഭയങ്കര പാടാണ് കേട്ടോ. വീടിൻ്റെ ഇത് സെക്കൻഡ് ഫ്ലോറും അതിൻ്റെ ടെറസും അതിൻ്റെ മുകളിലൊക്കെ കയറി ലാഡറും എല്ലാം വെച്ച് കയറി ഇറങ്ങി പിന്നെ ഈ ലൈൻ വലിക്കലൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. ഓരോ സ്ഥലത്ത് കൊണ്ട് വെക്കണ്ടേ, ഇതൊക്കെ വലിച്ചെത്തിക്കണ്ടേ, ഇത് നമ്മുടെ പ്ലഗ് പോയിന്റിൽ എത്തിക്കണ്ടേ. അപ്പോൾ അതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് കേട്ടോ. അതെല്ലാം പപ്പ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ഏതായാലും നമ്മളുടെ ആ കുഞ്ഞ് ട്രീക്കും കൂടി ഒരു ട്രീ സ്കേർട്ട് തയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കട്ട് ചെയ്തിട്ട് ഒന്ന് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചാണ് തയ്ക്കണത്. അപ്പോൾ 2 നല്ല തുണി എടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളിൽ ഒരു കട്ടി കിട്ടാൻ വേണ്ടി നമ്മൾ പ്ലാസ്റ്റിക് എന്തെങ്കിലും ഒന്ന് അതൊരു പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മെഷീൻ ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്. ഉഷാ ജനോം എന്ന് പറഞ്ഞിട്ടുള്ള മെഷീനാണ്. ഇത് മേടിച്ചത് 12,000 രൂപയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഞാൻ മറന്നു പോയി, 3 കൊല്ലമായിട്ട് എൻ്റെ കയ്യിലുണ്ട്. അങ്ങനെ ആ സംഭവം ഇല്ലേ, അത് വെച്ചിട്ടാണ് നമ്മൾ തയ്ക്കണത് കേട്ടോ. അത് കാല് വെച്ച് ചവിട്ടിയിട്ടാണ് തയ്ക്കണത്. ഇത് കറണ്ടിലാണ് തയ്ക്കണത്, ഫുള്ളി ഓട്ടോമാറ്റിക്. അപ്പോൾ അത് എംബ്രോയ്ഡറി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം കേട്ടോ. നമ്മുടെ ബട്ടൺ ഇടുക, ഒരുപാട് സംഭവങ്ങളുണ്ട്. പക്ഷേ ഇതൊന്നും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ഞാൻ വെറുതെ ഇത് അടിക്കാനാണ് എടുക്കണത്. അപ്പോൾ എൻ്റെ കയ്യിൽ മറ്റേ നമ്മുടെ ബേസിക്കായിട്ടുള്ള മറ്റേ മെഷീൻ ഉണ്ടല്ലോ, അപ്പോൾ അത് കാല് വെച്ച് ഇങ്ങനെ ചവിട്ടി തയ്ക്കണ്ടേ. അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് കറണ്ടിൽ തയ്ക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ ഇത് എടുത്തെന്ന് മാത്രം. അപ്പം നമ്മളില്ലേ ആ 2 നല്ല തുണി നല്ല വശം ചേർത്ത് വെച്ചിട്ട് ഏറ്റവും മുകളിൽ നമുക്ക് ഉള്ളിലിടാനുള്ള ലൈനിങ് ഇത്തിരി കട്ടിയുള്ളത് എന്തെങ്കിലും വെച്ചിട്ട് എല്ലാം കൂടി ഒന്നിച്ച് കൂട്ടി വെച്ച് ചുറ്റും തയ്ച്ചിട്ട് ഒരു സ്പേസ് തയ്ക്കാതെ വിട്ടിട്ട് ഇതൊന്ന് മറിച്ചെടുത്തതാണ്. അപ്പോൾ ആ ഏറ്റവും മുകളിലിരുന്ന് വെച്ചാൽ ലൈനിങ് തുണിയല്ല, എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് ഒരു കട്ടി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഉള്ളിലായി. പിന്നെ നമ്മുടെ നല്ല തുണികൾ 2 സൈഡിലുമായി. അപ്പോൾ നല്ല തുണി വെക്കുമ്പോൾ നല്ല 2 സൈഡും ഫേസ് ടു ഫേസ് വെച്ചിട്ട് വേണം അതിൻ്റെ മീതയിലേക്ക് മറ്റേ ഉള്ളിൽ വെക്കാനായിട്ടാണ്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊരു എന്താ പറയുക, തട്ടിക്കൂട്ടാണ് കേട്ടോ. ഇങ്ങനെയല്ല ശരിക്കും അതിൻ്റെ സ്കേർട്ട് തയ്ക്കണത്. ഇതിപ്പം ഞാൻ ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കണേണ്. ഏറ്റവും സിമ്പിളാണിത്. ഇതിനു വേണ്ടി ഒന്നും ഡെക്കറേഷൻ ഇതിൽ ചെയ്യേണ്ട കാര്യമില്ല. ആരും അതിലേക്ക് കിടന്ന് നോക്കൊന്നുമില്ലല്ലോ. അപ്പോൾ ഇതിങ്ങനെ ഇതാക്കി കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ചേർത്ത് വെച്ചിട്ട് 2 സൈഡൊന്ന് തയ്ച്ചൊന്ന് വൃത്തിയാക്കിയാൽ നല്ലതാണ്. ഇപ്പം ഞാൻ അതൊന്നും ചെയ്തില്ല. എനിക്ക് 100 കൂട്ടം പണിയുള്ളതുകൊണ്ട് അതൊക്കെ ഞാൻ വിട്ട് കളഞ്ഞു. കാരണം അതൊന്നും അലിഞ്ഞൊന്നും പോകുമൊന്നുമില്ല, ബനിയൻ തുണിയാണിത്. അപ്പോൾ അങ്ങനെ ഈ സംഭവം ഇങ്ങനെ അങ്ങോട്ട് കയറ്റി വെക്കുക. അപ്പോൾ സാധാരണ സ്കേർട്ടാണെന്നുണ്ടെങ്കിൽ 2 കെട്ടൊക്കെ വെച്ചിട്ടുണ്ടാവും. ആ ഇത് ചെടിയുടെ ആ കടഭാഗത്ത് കെട്ടണം, പിന്നെ അതിൻ്റെ അറ്റത്തും ഒരു കെട്ട് കൊടുക്കാൻ വേണ്ടി 2 കെട്ടൊക്കെ വെച്ചിട്ടാണ് തയ്ക്കണത്. ഇപ്പോൾ ഇതൊന്നും വേണ്ട, ഒരു സേഫ്റ്റി പിൻ വെച്ചിട്ട് കുത്തിയാൽ ആ സംഭവം അവിടെ ഇരുന്നോളൂ, നീറ്റായിട്ട് ഇരിക്കുന്നുണ്ട്, കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇതാണ് ഇത് തയ്ക്കാനുള്ള ഏറ്റവും സിമ്പിളായിട്ടുള്ള മാർഗം. അങ്ങനെ അത് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഇല്ലേ, ഇതൊക്കെ എൻ്റെ ഏറ്റവും വലിയ സന്തോഷങ്ങൾ. നിങ്ങൾക്ക് കാണുമ്പോൾ ഇത് എന്തൊരു പൊട്ടത്തരമാണെന്നാ എന്ത് വേണമെങ്കിലും തോന്നാം. പക്ഷേ എന്നെ സംബന്ധിച്ച് ഇതൊക്കെ എനിക്ക് വലിയ സന്തോഷമുള്ള കാര്യങ്ങളാണ്. ഇത് ഇപ്പോഴെന്നല്ല, ചെറുപ്പത്തിലേ മുതൽ എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടം. അപ്പോൾ അങ്ങനെ മറ്റേ സ്കേർട്ട് അത്ര വൃത്തിയായിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ ലേസ് പിടിപ്പിച്ചതാണ് മെനക്കേടായത്. ലേസ് വേണ്ടായിരുന്നെന്ന്, ഇതുപോലെ തയ്ച്ചാൽ മതിയായിരുന്നെന്ന് എനിക്ക് തോന്നി കേട്ടോ. ഇനി ഞാൻ സാവധാനം ഒരു സ്കേർട്ടൊക്കെ വൃത്തിയായിട്ട് അതിന് തയ്ച്ചിടും പിന്നീട്, തുണിയൊക്കെ എടുത്തിട്ട്. പിന്നെന്താ, ഇത്രയും പണി ചെയ്തപ്പോൾ തന്നെ ഇല്ലേ നമ്മൾ ഒരുവിധമായിട്ടാണ്. അപ്പോൾ ഒരു ചായ ഇട്ടിട്ട് ബാക്കി ഇനി രാത്രി പണി പപ്പതേ തുടർന്നുകൊണ്ടിരിക്കണം. രാവിലെ മുതൽ തുടങ്ങിയതാണ്. അപ്പോൾ പപ്പയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ മുകളിൽ നല്ല വെയിലത്ത് കയറി നിന്നിട്ട് പണിയെടുക്കും. അപ്പോൾ ഞാൻ പറയും, പപ്പ ഈ വെയിലത്ത് കയറി നിന്ന് പണിയെടുക്കല്ലേ. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ, പപ്പ ഷിപ്പിൽ നിന്നൊക്കെ നല്ല വെളുത്ത് തുടുത്ത് ഇങ്ങോട്ട് വരും. എന്നിട്ട് പിന്നെ പിറ്റേ ദിവസം മുതൽ പോരിഞ്ഞ വെയിലത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി നിന്നിട്ട് ഒരു ജോലിയാണ്, ഷർട്ട് വിടൂല. മൊത്തത്തിൽ ആൾ കറുത്ത് കഴിയുമ്പോൾ പുള്ളി അറിയണേ ഇല്ല, പുള്ളിയുടെ ശരീരം എങ്ങനെയൊക്കെ പോകണമെന്നൊന്നും പുള്ളി അറിയണേ ഇല്ല. കാണുന്നവർക്ക് വിഷമം തോന്നും. ഇപ്പോഴും അതേ അവസ്ഥ തന്നെയാണ്. എല്ലാ വെയിലും വിടാതെ കൊള്ളും. ഇപ്പം എന്താ പറ്റണത്, നമ്മളുടെ പ്രായം മാറുന്നതൊന്നും പുള്ളി നോക്കണില്ല. കവിളിൻ്റെ ഈ അടിഭാഗത്ത് നീരിറങ്ങി കിടക്കണേ. ഇപ്പം ഒരു മുഴ പോലെയായി. ഇപ്പം പോയിട്ട് മരുന്ന് മേടിക്കേണ്ടി വന്നു. ആ മരുന്നൊന്നും മേടിക്കണില്ല ആൾ. എന്നിട്ട് ഞാൻ നിർബന്ധപൂർവ്വം കൊണ്ടുപോയിട്ട് മരുന്ന് മേടിച്ച് ഫാത്തിമ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ഇപ്പം അത് മാറിയിട്ടുണ്ട്.
ഇത്രയും ദിവസം ഇങ്ങനെ ഒരു ബോൾ പോലെ നീര് വന്ന് കൂടിയിട്ട് താടിയുടെ അടിവശത്ത് ഇങ്ങനെ കവിള് ഭാഗത്ത് ഇങ്ങനെ ഇരിക്കണേണ്. എത്ര പറഞ്ഞാലും കേൾക്കൂല. അപ്പോൾ റിച്ചാർഡാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ദേഷ്യമാണ് ഇത് കാണുമ്പോൾ. റിച്ചാർഡ് എൻ്റെ അടുത്താണ് ദേഷ്യപ്പെടേണ്ടത്, മമ്മിക്ക് പറഞ്ഞുകൂടെ. അപ്പം ഞാൻ പറയും, എടാ ആര് പറഞ്ഞാലും പുള്ളി കേൾക്കൂല. പിന്നെ നമ്മൾ പറഞ്ഞ് ദേഷ്യപ്പെടാമെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ എത്ര പറഞ്ഞാലും പപ്പയുടേതായ രീതിക്കേ പോവുള്ളൂ. അപ്പം ഞങ്ങൾ പറയും, പപ്പ ഒരു ജോലി ചെയ്യുമ്പോൾ ഒന്നില്ലെങ്കിൽ സൂര്യ ഉദിക്കുന്നതിന് മുമ്പ് ആ മുകളിലത്തെ പണി ചെയ്യുക, അതല്ലെന്നുണ്ടെങ്കിൽ ഒന്ന് വെയിലാറി ഒരു 4 മണിയോടുകൂടി ചെയ്യുക. അതൊന്നും പപ്പ കേൾക്കൂല കേട്ടോ. പപ്പക്ക് പണി ചെയ്യണമെങ്കിൽ ഒരു 10-11 മണിക്ക് ആ പൊരിഞ്ഞ വെള്ളത്തേക്ക് ഇറങ്ങിന്നിട്ട് പണി ചെയ്യാനാണ് ഇഷ്ടം. അപ്പം ഞാൻ കുട്ടികളടുത്ത് പറയണ ഒരു കാര്യം, നമുക്ക് പണി ചെയ്യാനായിട്ടൊരു ഇൻട്രസ്റ്റ് തോന്നുന്ന ഒരു സമയം, ആ സമയം പപ്പക്ക് ചിലപ്പോൾ ഈ 10:30 മണിക്കൊക്കെ ആയിരിക്കാം, വെയിൽ തുടങ്ങുമ്പോഴായിരിക്കാം. അതുകൊണ്ടാണ് പപ്പ ആ സമയത്ത് ചെയ്യണത്. അപ്പോൾ ആ ഒരു സമയം പപ്പക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ലായിരിക്കാം ചെയ്യാൻ. നമുക്ക് ചിലപ്പോൾ ആ സമയത്തായിരിക്കും ചെയ്യാൻ തോന്നുക. അങ്ങനെ ആയിരിക്കുള്ളൂ പപ്പ ഇങ്ങനെ വെയിലത്ത് നിന്ന് ചെയ്യണമെന്നൊക്കെ ഞാൻ പിള്ളേരുടെ അടുത്ത് പറയൂ കേട്ടോ. അല്ലാതെ വേറെ വഴിയില്ല. അത് പുള്ളിയുടെ ഇഷ്ടം, പുള്ളി അതുപോലെ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ചാടല്ലേ മുത്ത്, അവിടെ പൊന്ന, അവിടെ മുത്ത്. എന്തിനാണ് പട്ടികളായിട്ട് ചാടിക്കാനാ? അപ്പോൾ റയൻ അവിടെ ടോർച്ച് ലൈറ്റൊക്കെ അടിച്ച് പപ്പനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ലൈറ്റിലൊക്കെ ഞാൻ പേപ്പറൊക്കെ പൊതിഞ്ഞിട്ടേക്കണായിരുന്നു, കാരണം അത് ഭയങ്കരമായിട്ട് കെട്ടുപിടിക്കുന്ന ഒരു ലൈറ്റാണ്. അപ്പോൾ അത് 2 തവണ എടുത്തപ്പോഴത്തേക്കും നമുക്ക് ഭയങ്കരമായിട്ട് കെട്ടുപിണഞ്ഞുകൊണ്ട് ഈ ലാസ്റ്റ് ടൈം നമ്മൾ ഉപയോഗിച്ച് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനിങ്ങനെ പേപ്പറൊക്കെ പൊതിഞ്ഞിട്ടേച്ച്. അപ്പോൾ പറഞ്ഞ് പേപ്പർ ലാസ്റ്റ് നമുക്കെടുത്ത് മാറ്റാം എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം അത് ഫിക്സ് ചെയ്ത് എല്ലാം കെട്ടി ഉറപ്പിച്ചതിന് ശേഷമാണ് ആ പേപ്പറുകളൊക്കെ അഴിച്ച് കളഞ്ഞേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അതെന്താണ് ഇങ്ങനെ പേപ്പർ എന്ന് വിചാരിക്കൂലേ. അപ്പോൾ ഏറ്റവും അവസാനം ആ പേപ്പറെല്ലാം കീറിക്കളഞ്ഞത്. അപ്പോൾ ഇത് സൺഡേ വ്ളോഗാണല്ലോ. അപ്പോൾ പിറ്റേ ദിവസത്തെ മൺഡേയിലെ വീഡിയോ ആണ് ഞാൻ ഷോപ്പ് ആൻഡ് സീ പോയ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അന്നത്തെ ദിവസം റിച്ചാർഡ് ഇങ്ങനെ ഓഫീസിൽ രജിസ്ട്രേഷന് വേണ്ടി പോണത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് അവനിടാൻ വേണ്ടിയിട്ടുള്ള പാൻസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് റിച്ചാർഡ് പെട്ടെന്ന് സോൾട്ടിലേക്ക് രാത്രി ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. കാരണം രാത്രിയാണ് ഇടാനുള്ള പാൻസ് തപ്പിയപ്പോഴത്തേക്ക് എല്ലാം ടൈറ്റായിട്ടാണ് ഇരിക്കുന്നത്. ആൾക്ക് ഇത്തിരി വണ്ണം കൂടിയിട്ടുണ്ടല്ലോ. അപ്പോൾ പറ്റിയത് ഒരെണ്ണം ഇപ്പോൾ ഉടനെ മേടിക്കണമെന്ന് പറഞ്ഞിട്ട് സോൾട്ടിലേക്ക് രാത്രി ഒരു 9 മണിക്ക് 9:30 അവിടെ കട പൂട്ടും. 9 മണിക്ക് ഓടിപ്പോയിട്ട് മേടിച്ചുകൊണ്ട് വന്നത് കേട്ടോ. എന്തൊക്കെയാണ് റിച്ചാർഡ് മേടിച്ചത്? നാളെ അത്യാവശ്യമാണ് അല്ലേ? ഓടിപ്പോയിട്ട് മേടിച്ചാണ്. ഇപ്പൊ ഇവിടെയുള്ള പാൻറ്റൊക്കെ ചെറുത് റിച്ചാണ്. ഇത്ര വണ്ണം ഇപ്പൊ കുറഞ്ഞിരിക്കണോണ്ട് എല്ലാം ടൈറ്റ് ആയിപ്പോയി. എവിടെ ഇത് ഇത്രയും വലിയ ജീൻസ് അല്ല പാൻസ് വേണം. ജീൻസും മേടിച്ചില്ല. അതെ, ജീൻസ് ഒരെണ്ണം കീറി. ഇത് ഏതാണിത്? റാംഗ്ലർ അല്ലേ? എവിടെ? ഓക്കെ. അപ്പൊ എടാ ഇത് ഹൈദരാലി തന്ന ഗിഫ്റ്റാണല്ലേ? അവിടെ ഹൈദരാലി അവിടുത്തെ സ്റ്റാഫാണ്. റിച്ചാർഡിന്റെ ഭയങ്കര സുഹൃത്തുമാണ്. ഞങ്ങൾക്കും ഹൈദരാലിനെ ഭയങ്കര ഇഷ്ടമാണ്. ആണെന്ന് തോന്നുന്നു. ഹൈദരാലി അല്ല, ഹൈദർ എന്നാണല്ലേ. ഇത് ഹൈദർ തന്ന ഗിഫ്റ്റാണ്. ഇവിടെ ഉണ്ടെന്ന് കിട്ടിയില്ലേ? ഇവിടെ ഉണ്ടെന്നുണ്ട്. ഇത് വലിയ കത്രിക ഉണ്ട്, അത് എടുത്തോളൂ. ചെറിയ കത്രിക അങ്ങോട്ട് പോയി. ആ ഹൈദർ അത് കൊടുത്തേക്കണ ഗിഫ്റ്റാണ്. ടീഷർട്ട് അത് പിന്നെ അവനറിയില്ലേ സൈസല്ല. ഓട്ടോന്റെ ദുൽഖറിന്റെ ബ്രാൻഡ്. റിച്ചാന് ഇഷ്ടമുള്ള കളറും കിട്ടിയിട്ടുണ്ട്. ക്രിസ്മസ് അല്ലേ? കറക്റ്റ് കളറാവും. റെഡ് ഇട്ട് കാണിക്കടാ, ഇട്ട് കാണിക്ക. വേർതിരിക്കണ ആളെ എടാ ഇവിടെ ഇത് ഇട്ടിട്ടുണ്ടെന്ന് നല്ല കറക്റ്റ് മാച്ചിങ് ഉണ്ട് നമ്മുടെ ക്രിസ്മസ് വൈബായിട്ട്. ഈ ഡ്രസ് ഇട്ടിട്ട് കർട്ടന്റെ അവിടെ നിർത്തിയാൽ കർട്ടന് കൊള്ളാട്ടോ, നന്നായിട്ടുണ്ട്. വേർതിരിക്കണോണ്ട് ഇപ്പൊ ഇടണില്ല അല്ലേ?
നൈസ് കേട്ടോ. അതെ കറക്റ്റ് ഇവിടെ നിന്നിട്ട് നല്ല ഭംഗി കാണാൻ. പിന്നെ അന്നത്തെ ദിവസം തന്നെ ഇവൻ പോയി വരണ ഈ സമയത്ത് ജ്യോതി രാജാറാമും കൂടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ജ്യോതിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, നമ്മളുടെ ഫിറ്റ്നസിൻ്റെ ആ വർക്കൗട്ട് ക്ലാസ്സൊക്കെ നടത്തുന്ന ആളാണ് ജ്യോതി. ജ്യോതിയുടെ വർക്കൗട്ട് ക്ലാസ്സിൽ നമ്മളുടെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ട്. ഞാനും വർക്കൗട്ട് ചെയ്തിരുന്നു. എനിക്ക് പക്ഷേ ഇപ്പം സമയം കിട്ടാതെ ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് കേട്ടോ. പക്ഷേ ജ്യോതിയുടെ വർക്കൗട്ട് ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. ആർക്കെങ്കിലുമൊക്കെ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം കേട്ടോ. ഒരുപാട് പേരുണ്ട് അതിലിപ്പം. അപ്പോൾ ജ്യോതി കൊണ്ടുവന്നതാണ് ഈ ഒരു ചുവന്ന വിളക്ക്. ഇതെൻ്റെ കയ്യിൽ നേരത്തെ ജ്യോതി തന്ന വിളക്കാണ് ഈ റെഡ്. ഇതിൻ്റെ കൂടെ ഒരു ഓറഞ്ച് ഇതുപോലത്തെ തന്നെ ഒരു വിളക്കും കൂടി ഉണ്ടായിരുന്നു. അത് നമ്മുടെ റൂബി പെട്ടെന്ന് കൈതട്ടിയത് മറിഞ്ഞ് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വീഡിയോയിൽ ഞാൻ കാണിച്ചപ്പോൾ ജ്യോതിയുടെ മോളാണ് കേട്ടോ എനിക്കിത് ബാംഗ്ലൂരിൽ നിന്ന് മേടിച്ച് കൊടുത്തു വിട്ടത്. ഇപ്പം വീണ്ടും ആ കൊച്ചു ഒരെണ്ണം പൊട്ടിയതിന് പകരം ഒരെണ്ണം പുതിയത് മേടിച്ച് കൊടുത്തു വിട്ടതാണ് ജ്യോതിയുടെ കയ്യിൽ. അപ്പോൾ അങ്ങനെ ജ്യോതി അതുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വന്നതാണ്. അപ്പോൾ ജ്യോതിയുടെ മോള് ഡോക്ടറാണ്, വിവാഹം കഴിച്ചേക്കുന്നതും ഡോക്ടറെ തന്നെയാണ്. അപ്പോൾ പിറ്റേ ദിവസത്തെ കാര്യമാണ് ഞാൻ കാണിക്കുന്നത്. ഞാനും റയനും കൂടിയിട്ട് ഒന്ന് നസ്രത്ത്, ഞങ്ങൾ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലമാണ് നസ്രത്ത് പള്ളിയുടെ അരികിലൊരു മാർക്കറ്റൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ കുറച്ച് സ്റ്റാറൊക്കെ കിട്ടുന്ന സ്ഥലമൊക്കെ അങ്ങനത്തെ ഉള്ള ഷോപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെന്ന് നോക്കിയിട്ട് നമ്മൾ അവിടെ നിന്നായിരുന്നു പണ്ട് ഇത് ക്രിപ്പ് സെറ്റ് മേടിച്ചത്. ഈ വിളക്കുകൾ തൂങ്ങിക്കിടക്കണില്ലേ, ആകാശവിളക്ക്, അവിടെ ആ കട നല്ല അടിപൊളിയായിട്ടിട്ടായിരുന്നു അന്ന്. ഇപ്പോൾ അത് എന്തോ പൂട്ടിയിട്ടേക്കണേ. അവിടെ നിന്നാണ് നമ്മൾ ക്രിസ്മസിൻ്റെ ആ ക്രിപ്പ് സെറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. രൂപങ്ങൾ കേട്ടോ. പണ്ടെന്ന് പറഞ്ഞാൽ ഈ പിള്ളേർ സ്കൂളിൽ പഠിക്കണ കൊച്ചു പിള്ളേർ സമയത്ത് മേടിച്ചതായിരുന്നു ആ നമ്മളിപ്പോൾ കണ്ട ക്രിസ്മസിൻ്റെ രൂപങ്ങളല്ല. അതിവിടെ നിന്നാണ് നമ്മളന്ന് മേടിച്ചത്. അന്ന് മേടിച്ചപ്പോഴത്തേക്കും 900 സംതിങ് ഉണ്ട്. അതിപ്പം മേടിക്കണമെങ്കിൽ ഒരു 3000 രൂപയെങ്കിലും കൊടുക്കണം കേട്ടോ. അപ്പോൾ ആ സ്ഥലത്ത് തന്നെയാണ് നമ്മൾ ഈ വന്നേക്കണത്. അപ്പോൾ അവിടെ അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ട് സ്റ്റാറിൻ്റെയൊക്കെ. അപ്പം ഞങ്ങൾ വന്നത് ഒരു പണ്ടത്തെ മത്തങ്ങ എന്ന് പറഞ്ഞൊരു സംഭവമില്ലേ, ആ സാധനം ഓർമ്മ എടുക്കാനാണ്. പക്ഷേ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ പ്രതീക്ഷിച്ച പോലത്തെ ഒരു വലിയൊരു മത്തങ്ങ ഉണ്ടായിരുന്നില്ല, ഒരു ചെറുതാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ ആ ചെറുത് ഒരു ഗോൾഡൻ കളറില്ല, അതാണ് അത്യാവശ്യം ഇത്തിരി ബെറ്ററായിട്ട് തോന്നിയത്. അപ്പോൾ അത് മാത്രം ഒരെണ്ണം എടുത്തിട്ടാ. നമ്മൾ വിചാരിച്ച പോലത്തത് നമുക്ക് കിട്ടിയില്ല. പിന്നെ നമ്മളന്ന് മേത്ര ബസാറിൽ പോയപ്പോഴത്തേക്ക് അവിടെ നിന്ന് ഒരുപാട് സാധനങ്ങൾ മേടിക്കാനായിട്ട് റയൻ പറഞ്ഞെങ്കിലും ഞാൻ മേടിച്ചില്ലായിരുന്നു. അവിടെ നിന്ന് എടുത്തുകൊണ്ട് പൊക്കിക്കൊണ്ട് വരണ്ടേ എന്നൊക്കെ വിചാരിച്ചിട്ടെ. അപ്പോൾ ഇവിടെ നിന്ന് അത് ഒരെണ്ണം മേടിച്ച്. പിന്നെ ഇതാണ് നമ്മുടെ ആകാശവിളക്ക്. ഇതിന് 1200 രൂപ എന്തോന്ന് പറഞ്ഞ കേട്ടോ. പകലിത് വൈറ്റ് കളറിലാണ് കിടക്കുന്നത്, ലൈറ്റ് കത്തുമ്പോഴത്തേക്ക് ഈ പിങ്ക് ഷെയ്ഡിലാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ആ ഒരു കുഞ്ഞ് സ്ട്രീറ്റാണ് കേട്ടോ. ഇത് പള്ളിനോട് ചേർന്നിട്ടുള്ള പള്ളിയുടെ കുരിശ് വരെ എല്ലാം കൂടി. അപ്പം ഞാനേ പണ്ട് മുതലേ പുറത്ത് പോയി വന്നു കഴിയുമ്പോൾ എന്തെങ്കിലും ഒന്ന് കുട്ടികൾക്ക് കൊണ്ടുവന്ന് കൊടുക്കണത് പതിവാണ്. അത് ചെറിയ കുഞ്ഞുങ്ങൾ ആയപ്പോഴും ഇപ്പോഴും അങ്ങനെ തന്നെ ഞാൻ ചെയ്യാറുണ്ട്. അവർക്ക് ഇപ്പോഴും അത് വലിയ സന്തോഷമാണ് ഞാൻ വരുമ്പോൾ എന്തെങ്കിലും കൊടുക്കുന്നത്. അപ്പം ഞാൻ ബേക്കറി കയറിയപ്പോഴേ അവിടെയുള്ള ഈ സ്നാക്സ് അത് വെച്ചാൽ ഈ റോൾ അങ്ങനത്തെയൊക്കെയാണ് റിച്ചാണൊക്കെ ഇഷ്ടം. അതെല്ലാം തീർന്നു പോയിട്ടുണ്ട്. അത് കാരണം ഒരു 7:30 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ഫ്രഷ് ആയിട്ട് കൊണ്ടുവന്ന് വെച്ചത് ചിക്കൻ 65 ആയിരുന്നു ബേക്കറിയിൽ. അത് കണ്ടു കഴിയുമ്പോഴത്തേക്ക് അന്ന് എന്തെങ്കിലും ആട്ടെ എന്ന് വിചാരിച്ച് അതൊരു 1/2 കിലോ മേടിച്ചാണ് കേട്ടോ. എന്നിട്ട് ഇന്ന് വെച്ച ഒരു ഫ്രൈഡ് റൈസ് ആയിരുന്നത്, അതിൻ്റെ കൂട്ടത്തിൽ അത് അവന് കൊടുത്താണ് കേട്ടോ. അപ്പോൾ അവൻ രാത്രി ഇപ്പോൾ ഭക്ഷണം കഴിക്കണില്ല, എങ്കിലും ഇത് കൊണ്ടുവന്ന് ഞാൻ നിർബന്ധിച്ച് കൊടുത്തപ്പോഴത്തേക്കും കഴിച്ച്. പിന്നെ കുറച്ച് പച്ചക്കറികളും ഇതുപോലെ കുറച്ച് തോരണവും ഈ ഒരു മത്തങ്ങയൊക്കെ മേടിച്ചിട്ട് പോന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ എനിക്ക് അത്ര തൃപ്തിയൊന്നും ആയില്ല. എങ്കിലും മോളിൽ ഒരു സ്പേസ് കാര്യമായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒന്ന് ഇട്ട് കൊടുക്കാൻ വേണ്ടി മേടിച്ചാണ്. പിന്നെ ഈ കുഞ്ഞു സാധനം കാണുമ്പോഴത്തേക്കും എനിക്ക് എന്തായാലും എടുക്കാൻ തോന്നില്ല. നല്ല വെയിറ്റാണ് കേട്ടോ. ആ പപ്പാഞ്ഞിക്ക് നല്ല വെയിറ്റാണ്. 100 രൂപയാണ് അതിൻ്റെ വില. പിന്നെ ഈ ഒരു വിളക്ക് കൂടിയിട്ട് വേണമായിരുന്നു അങ്ങനെ. പിന്നെ ഈ റാന്തൽ വിളക്ക് എൻ്റെ പൊന്നെ, ഇത് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് കൺട്രോൾ പോകുന്ന ഒരു സംഭവമുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരെണ്ണം മേടിച്ച്, നമ്മളൊരു 3 മേടിച്ചിവിടെ വെച്ചിട്ടുണ്ട്. എങ്കിൽ തന്നെ ഇത് ഭയങ്കര ക്യൂട്ടാണ്, കുഞ്ഞാണ്. അത് എന്തും സാധനങ്ങൾ ചെറുതാകും തോറും അപ്പം അങ്ങനെ അത് കത്തിച്ച് കഴിഞ്ഞപ്പോഴും ഞാൻ അവനെ കളിയാക്കണേണ്. കാരണം ഞാനിത് കത്തിച്ച് ഇങ്ങനെ മുഖം കാണാൻ പറ്റിയ രീതിയിൽ ഇങ്ങനെ പിടിച്ചിട്ടേ ആരാടാ അമ്പിളിയാണാന്നിങ്ങനെ ചോദിക്കണേണ് കേട്ടോ. അങ്ങനെ ചോദിക്കണത് ഏത് സിനിമയിലാണെന്ന് കമൻസിൽ എഴുതണേ. എനിക്ക് ആ സിനിമയുടെ പേര് മറന്നുപോയിട്ടാ. അതുകൊണ്ടാണ് ദുൽഖറിൻ്റെ ഒരു സിനിമയാണെന്ന് എനിക്കറിയാം. അപ്പോൾ അതിനകത്ത് അങ്ങനെ ഒരു ചോദ്യമുണ്ട്, ആരാടാ അമ്പിളിയാണാന്ന് കണ്ണു കാണാൻ പാടില്ലാതെ ഇങ്ങനെ ചോദിക്കണത്.
അപ്പം അങ്ങനെ ആ സാധനം വെച്ചിട്ട് അത് മറ്റേ റാന്തലൊക്കെ മേടിച്ചപ്പോഴും എല്ലാത്തിൻ്റെ മുഖത്ത് ഇങ്ങനെ കാണിച്ചിട്ട് ഞാനിങ്ങനെ പറഞ്ഞിട്ട് ആരാടാ അമ്പിളി കാണാമെന്ന് ചോദിക്കട്ടെ. അപ്പോൾ ഇവർ ഭയങ്കര ചിരിയായിരിക്കോട്ടെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇത് ഇനിയിപ്പോൾ ഇതിൻ്റെ ആ സൗന്ദര്യം ആസ്വദിക്കലാണ് അടുത്ത പണി, ആ കുഞ്ഞൻ പപ്പാഞ്ഞിട. അങ്ങനെ അതൊക്കെ അപ്പോൾ റയനറിയാം എൻ്റെ ഇഷ്ടങ്ങളൊക്കെ. അപ്പോൾ റയൻ പറയും മമ്മി തനിക്ക് പറ്റിയ സാധനങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞ് അവൻ തന്നെയാണ് ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചത് കേട്ടോ. അപ്പം തന്നെ അതൊക്കെ എടുത്ത് പിന്നെ ഞാൻ ഈ മേടിച്ച് കൊണ്ടുവന്ന ഈ സാധനമില്ലേ, ഞാൻ അത് വേറൊരു ടൈപ്പാണ് മേടിക്കാൻ പോയത്, അതവിടെ ഉണ്ടായിരുന്നില്ല. ഇത് ഇത്തിരി ഗ്ലോസി ടൈപ്പാണ്. അപ്പോൾ ഞാൻ നേരത്തെ നമ്മളുടെ ഒരു നമ്മുടെ റീത്ത് വെച്ചിട്ടിരിക്കണ പച്ചയില്ലേ, ഗ്ലോസി അല്ലാത്തത്, അത് മേടിക്കാനാണ് പോയത്. അതുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഗ്ലോസി ടൈപ്പ് തന്നെ മേടിച്ചു. അപ്പോൾ റൈം പറഞ്ഞ് ഏതായാലും സ്നോ പിടിച്ച പോലത്തത് മേടിക്കും മമ്മി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതും മേടിച്ച്. അപ്പോൾ നമ്മളുടെ ഈ ട്രീമേൽ ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ തിക്കിയിട്ടേക്കണല്ലേ, പുതിയതും നമ്മൾ ഷോപ്പ് ആൻഡ് സെയിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതുമൊക്കെ ഉണ്ട്. അപ്പോൾ റിച്ചാർഡ് പറഞ്ഞത് എൻ്റെ അടുത്ത് പുതിയൊരു മഞ്ഞ് വീണ് കിടക്കുന്ന ട്രീ മേടിച്ചിട്ട് വാ മമ്മി എന്ന് പറഞ്ഞിട്ടാണ് വിട്ടത്. പക്ഷെ അത് മേടിക്കാൻ എനിക്ക് തോന്നിയില്ല. കാരണം ഇതെല്ലാം ചെയ്യേണ്ടത് ഞാനും പപ്പയാണ്. ഇതൊക്കെ മടക്കി എടുത്ത് വെക്കലും പിന്നീട് അടുത്ത കൊല്ലം ഇറക്കലും ഒക്കെ എനിക്കും പപ്പക്കുള്ള പണിയാണ്. അപ്പം ഞാൻ പറയും നിങ്ങളിങ്ങനെ മേടിക്കെന്ന് പറയും, മേടിച്ചങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ തീർന്നു. പിന്നെ ഇതുമേ കിടന്ന് മെനക്കിടണത് ഞാനും പപ്പയും കൂടിയിട്ടാണ്. അപ്പോൾ ഇനി വയ്യ, ഇനി ഇത്രയും കൊണ്ട് നമുക്ക് നിർത്താം. ഇനി നിങ്ങളുടെ വിവാഹം കഴിഞ്ഞ് നിങ്ങളുടെ ഭാര്യമാരും മക്കളൊക്കെ ആയിട്ട് നിങ്ങൾ ഇതൊക്കെ അങ്ങോട്ട് ചെയ്യുക. ഞങ്ങളുടെ ആ ഒരു സമയമൊക്കെ തീർന്നു തന്നെയാണ്. അപ്പോൾ അത് ഇനി മുതൽ അങ്ങനെയുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ള പുതിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ മേടിക്കുക. ഈ കൊല്ലം ഇങ്ങനെ അങ്ങോട്ട് പോയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഞാനിത് ചെയ്യണത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു എന്തെങ്കിലും ഒരു അലങ്കാരം ചെയ്ത് ഒന്ന് അവിടെ ആ ഒരു എംറ്റി ആയിട്ട് കിടക്കണ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ സാധനം മേടിച്ചിരുന്നത്. അപ്പോൾ റിച്ചാർഡ് ഞാൻ പറഞ്ഞു, റിച്ചാർഡ് ഞാൻ ട്രീ മേടിക്കൂല, ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നല്ലൊരു ഫില്ലിങ് ആയി കഴിഞ്ഞ് അപ്പോൾ ഒരു ഭംഗിയുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സാധനം മേടിച്ചത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ പറഞ്ഞു കേട്ടോ. അപ്പം അതിങ്ങനെ എല്ലാം കൂടി എടുത്തിട്ടില്ല, ഒരു 5-6 എടുത്തിട്ട് പിരിച്ചിട്ട് അത് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇതിന്മേലേക്ക് ഈ ബോൾസ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കണേ അല്ലാതെ ഇതുപോലെ ഇങ്ങനെ പിരിച്ചെടുക്കും കേട്ടോ. അപ്പം പിന്നെ ഉണ്ടായിരുന്ന 2 ഞാൻ 8 എന്താണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്, അതിൽ 6 അവിടെ പിരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് 2 കൂടി ചേർത്തിട്ട് ഞാൻ പിരിച്ചെടുക്കണേ. പിരിച്ചെടുത്തിട്ട് ഇനി ഒരു ഡെക്കറും കൂടി എനിക്ക് ചെയ്യാനുണ്ട്. അതോടുകൂടി ഞാൻ മതിയാക്കി. ഇനി ഉണ്ട് ഇത്തിരി നമ്മുടെ ഗിഫ്റ്റ് ബോക്സുകൾ പൊതിഞ്ഞൊന്ന് വെക്കാനുണ്ട്. വെറുതെ ചുമ്മാ അതിനകത്തൊന്നും ഇല്ല, കാലി ബോക്സാണ് എങ്കിലും 2-3 ഞാൻ അതൊക്കെ പണ്ട് മുതലേ ചെയ്യുന്നൊരു കാര്യങ്ങളാണ് ഈ ഗിഫ്റ്റ് ബോക്സൊക്കെ പൊതിഞ്ഞ് വെക്കണത്. അപ്പോൾ അത് ചെയ്യണം, അത് ചെയ്തിട്ടില്ല. അതിന് അടുത്ത ദിവസം ചെയ്യാമെന്ന് വെച്ചു. കാരണം ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പോഴില്ലേ ഞാൻ ടയേർഡായി ശരിക്കും. പോയി വന്നു കഴിഞ്ഞിട്ട് എന്നോട് പോലും മാറിയിട്ടില്ല. ഇവരുടെ ഭക്ഷണം കൊടുക്കലും പിന്നെ അതിൻ്റെ പാത്രം കഴുകലൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് എല്ലാ പണികളും കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ട് വീഡിയോ എടുത്താണ്. അപ്പോൾ ഏകദേശം ഒരു 11:30 മണിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ കയറാതെ പപ്പ പോകില്ല അകത്തേക്ക്. ഞാൻ പറഞ്ഞു പപ്പക്ക് ഒരുപാട് പണി ചെയ്ത് ടയേർഡാണ്, പപ്പ പോയി കിടക്കാന്ന് പറഞ്ഞിട്ട് കേൾക്കൂല. അല്ലെന്നുണ്ടെങ്കിൽ പപ്പ 10 മണിക്ക് തന്നെ പോയി കിടക്കുകയും. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം ഒരു 11:30 മണിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ട് പോയിക്കോളാം, പിള്ളേരൊക്കെ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കേൾക്കൂല. അങ്ങനെ എന്നെ കൂടി പുറത്ത് വന്ന് നിന്ന് അത് നമുക്ക് വലിയൊരു ധൈര്യം തന്നെയാണ് കേട്ടോ. നമ്മുടെ മക്കളല്ല, നമ്മുടെ ഭർത്താവ് നമ്മുടെ കൂടെ നിൽക്കുന്നത് നമ്മുടെ ഏറ്റവും വലിയൊരു ധൈര്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെ എല്ലാം കഴിഞ്ഞ് വീഡിയോ ഒക്കെ എടുത്ത് എല്ലാം തീർന്നു കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കുമ്പോൾ ഒരു സന്തോഷമാണ്. കാരണം ഇതുമേ കിടന്നിട്ട് നമ്മൾ ഒത്തിരി പണിയാണ് ചെയ്യണത്. എല്ലാ ദിവസവും ഇപ്പോൾ ഒരു 3 ദിവസം അടുപ്പിച്ചിട്ട് ഒത്തിരി പണിയാണ് ചെയ്യണത്. അപ്പോൾ ഇതെല്ലാം കഴിയുമ്പോഴേക്കും നല്ലൊരു സന്തോഷമാണ് കേട്ടോ. അപ്പം ഞാൻ ഫ്രണ്ടിലൊരു L ഷേപ്പിലാണ് 2ാമത്തെ ഡെക്കോർ ചെയ്തിട്ടേക്കണത്. അത് നിങ്ങൾ വിചാരിക്കും അതെന്താ ഒരു സൈഡിൽ ചെയ്യാഞ്ഞെന്ന്. ഒരു സൈഡിൽ ചെയ്യാതെ L ഷേപ്പിലാക്കി ഇട്ടതാണ്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്കത് അങ്ങനെ 2 സൈഡിലും ഈക്വലായിട്ട് വേണമെങ്കിൽ ചെയ്യാം. അപ്പം ഞാൻ ആ സീരിയൽ ലൈറ്റ് എടുത്തിട്ട് ഈ ജനലിന്മേലേക്ക് ഇട്ടിട്ടാണ്. അപ്പോൾ ഇടയ്ക്ക് 1 വർഷമൊക്കെ ഈ ജനലിലാണ് ആ സീരിയൽ ലൈറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ പപ്പാഞ്ഞിനെയൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഉണ്ണിന് എന്തായാലും നമുക്ക് ഇപ്പോൾ കിടത്താൻ പറ്റില്ല. നമ്മൾ ഡിസംബർ 25-ാം തീയതി പാതിരാക്കല്ലേ നമ്മൾ കിടത്തണം. വെളുപ്പിന് ആ സമയത്ത് പള്ളിയിൽ പോയി കഴിഞ്ഞ് വന്നിട്ടൊക്കെയാണ് നമ്മൾ കിടത്തണത്. അപ്പോൾ അതിൻ്റെ ആ ഒരു കിടക്കണ ബെഡ് മാത്രമേ നമ്മളവിടെ വെച്ചിട്ടുള്ളൂ കേട്ടോ. ബാക്കി ഉണ്ണീശനെ എടുത്തിട്ട് അകത്തുകൊണ്ട് വെച്ചേക്കണേ. അപ്പോൾ നമ്മുടെ ഈ ഉണ്ണീശോൻ്റെ തൊഴുത്തിലിട്ടേക്കണതും ട്രീയിലിട്ടേക്കണ
സീരിയൽ ലൈറ്റും നല്ലപോലെ കത്തുന്ന വെച്ചാണ് പെട്ടെന്ന് അതൊന്ന് ഡിമ്മായിട്ടുണ്ട്. അതെന്തോ ഒരു ചെറിയൊരു ലൂസ് കോണ്ടാക്റ്റ് എന്നൊക്കെ പപ്പ പറയുന്നുണ്ട്. അപ്പം ഞാൻ ഉണ്ടാക്കിയ സാധനം കേട്ടോ ഈ സൈഡിൽ എൽ ഷേപ്പിലിട്ടേക്കണത്. അപ്പോൾ എൽ ഷേപ്പിൽ ആക്കാൻ വേണ്ടി ഞാൻ ഒരു വശം ഇങ്ങനെ നീളത്തിൽ അങ്ങോട്ട് ഇട്ടതാണ് കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈക്വലായിട്ട് രണ്ട് സൈഡിലും ഇത്തിരി ഇത്തിരി ആയിട്ട് ഇടാം. അത് എപ്പോഴും എല്ലാവരും ചെയ്യുന്ന ഒരു പാറ്റേൺ ആണ്, രണ്ട് സൈഡിലേക്കും നോക്കിയിടുന്നത്. അപ്പോൾ ഇത് എനിക്കെപ്പോഴും ഇത്തിരി വ്യത്യസ്തമായിട്ട് ഇടുന്നതാണല്ലോ ഇഷ്ടം, അതുകൊണ്ടാണ് ഞാനത് എൽ ഷേപ്പിലാക്കിയത് കേട്ടോ. അപ്പോൾ അതും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാന്ന് പറയണം കേട്ടോ. അങ്ങനെ അതുകൂടി ചെയ്തിട്ട് ഇനി നമ്മൾക്ക് അകത്തേക്ക് കയറിയിട്ടും കൂടി നോക്കാം. കാരണം നമ്മളുടെ പുതിയ ഷോപ്പ് ആൻഡ് സേവിൽ നിന്ന് മേടിച്ച ചെറിയ ചെറിയ ഹാങ്ങിങ് ഇല്ലേ, അതെല്ലാം ഇതിനകത്തേക്ക് എടുത്തിട്ടിട്ടുണ്ട്. ട്രീയിലേക്ക് നോക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്, ഓരോന്ന് ഇങ്ങനെ നോക്കി. അപ്പോൾ ഇത് കാണുന്ന നിങ്ങൾക്കും സന്തോഷം ഉണ്ടാകുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. കാരണം ഇടയ്ക്കൊക്കെ ഇത് കാണിക്കണേന്നൊക്കെ കമൻസിൽ കാണാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇത് വീണ്ടും നിങ്ങളെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 2 ലൈറ്റ് ഉണ്ട് ഇതുപോലത്തെ കേട്ടോ. ഇതിൽ തന്നെ ലൈറ്റ് ഉള്ളത്, അതിൽ സ്വിച്ച് ഉണ്ട്, ബാറ്ററിയൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഒന്ന് കത്തിച്ചതാണ് ഞാൻ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ രാത്രി ഇതെല്ലാം സെറ്റ് ചെയ്തൊക്കെ റെഡിയാക്കി. പിറ്റേ ദിവസം നമുക്ക് വെഞ്ചിരിപ്പിൻ്റെ ദിവസമായിരുന്നു കേട്ടോ. നമ്മുടെ രൂപക്കൂട് വെഞ്ചിരിക്കാനായിട്ട് നമ്മൾ അച്ഛനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ പിറ്റേ ദിവസം അച്ഛൻ റെഡിയായിരുന്നു. അങ്ങനെ നമ്മളുടെ രൂപക്കൂട് വെഞ്ചിരിപ്പായതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും രാത്രി തുടക്കലും എല്ലാം ചെയ്തിട്ടുണ്ടാകും. നമ്മുടെ രൂപക്കൂട് മാത്രമല്ല നമ്മുടെ വീട് മൊത്തം വെഞ്ചിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് രാത്രി തന്നെ കുറേ ക്ലീനിങ് പണികളുണ്ടായിരുന്നു. ഞാൻ ടയേർഡായി വല്ലാതെ ആയൊരു ദിവസമായിരുന്നു കേട്ടോ. കാരണം പോയി വന്ന് പിന്നെ ഈ നമ്മുടെ ആ രൂപക്കൂടിൻ്റെ അകത്തെ ഡെക്കറേഷൻ പുറത്തത് അതൊക്കെ ചെയ്ത് അതൊക്കെ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യണ പോലെ തോന്നും. പക്ഷെ നല്ല പണിയുണ്ട് കേട്ടോ അതൊക്കെ ചെയ്യണമെങ്കിൽ. അപ്പോൾ ഈ കാണുന്ന എല്ലാ ഡെക്കറേഷനുകളും എൻ്റെ അധ്വാനത്തിൻ്റെ ഫലമാണെന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഇതിൽ ആരുടെയും കൈകളില്ല. പിന്നെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് എല്ലാം പപ്പയുടെ കൈകളാണ്. അതിന് പപ്പക്കാണ് മാർക്ക് കൊടുക്കാനുള്ളത്. കാരണം കറണ്ടിലെ കളികളൊന്നും ഞാൻ ചെയ്യൂല, ഞാൻ തൊടാറില്ല, പിള്ളേരും തൊടാറില്ല. പിന്നെ എന്തെങ്കിലും ഒരു ആണി എടുത്തതാ ഇതൊന്ന് പിടിച്ച് ഇതൊക്കെ പിള്ളേർ ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യണം. അതും ഇത്തവണ റോജറിനും റിച്ചാർഡിനും ഒക്കെ അവർക്ക് പണിയുണ്ട്. അതുകൊണ്ട് റയനെ മാത്രമാണ് ഈ 1-2 ഇത്തിരി നേരത്തേക്ക് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് പപ്പ വിളിച്ചത്. ബാക്കിയുള്ള എല്ലാ പണിയും പപ്പയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഈ ഡെക്കറേഷൻ്റെ പരിപാടികളെല്ലാം ഞാനാണ്. ഇപ്പം നമ്മുടെ വീട്ടിൽ ആൺകുട്ടികളുണ്ട്, അവരെല്ലാവരും കൂടി ചെയ്യും എന്നുള്ള ഒരു പ്രതീക്ഷയും വേണ്ട. ഇവർക്കാർക്കും ഇതൊന്നും ഇൻട്രസ്റ്റ് ഇല്ല, ഇവരാരും ഇത് ചെയ്യാനും പോണില്ല. ഇവർ ഈ സാധനങ്ങൾ മേടിക്കാനും ഒക്കെ ഇവർക്ക് ഇഷ്ടമാണ്, ഇവർ പണമൊക്കെ മുടക്കിക്കോളും. പക്ഷേ ഈ സംഭവങ്ങൾ എവിടെ കൊണ്ട് എങ്ങനെയൊക്കെ സെറ്റ് ചെയ്യണമെന്ന് ഇവർക്ക് അറിയാം, ഇവർ നോക്കൂല, മേടിച്ച് തരിക അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ കണ്ട ഈ അറേഞ്ച്മെൻറ്റ്സ് മൊത്തം ഞാൻ എൻ്റേതായ ഐഡിയയിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. എനിക്ക് ഒരുപാട് ഐഡിയാസ് ഉള്ളതാണ്, പക്ഷെ അതൊക്കെ ചെയ്യാനായിട്ട് ഒറ്റയ്ക്ക് എനിക്ക് സാധിക്കാറില്ല കേട്ടോ. അതാണ് സത്യം. ഒരുപാട് ഐഡിയ ഉണ്ട് എനിക്ക് ചെയ്യാനായിട്ട്, പക്ഷെ അതൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ആൾ വേണം.
അപ്പോൾ എനിക്ക് സാറ്റിസ്ഫൈഡ് ആകാത്തൊരു കാര്യം നമ്മളുടെ ക്രിബിൻ്റെ സെറ്റിംഗ് ആണ്. ക്രിബ് എനിക്ക് എപ്പോഴും ഒരു വില്ലേജ് പോലെ സെറ്റ് ചെയ്ത് ഒരു ഗ്രാമം കണക്കി ആക്കി എടുക്കണമെന്നുള്ള ഒരുപാട് ആഗ്രഹമുണ്ട്. പണ്ട് നമുക്ക് ചാനലൊന്നും ഇല്ലാന്ന സമയത്ത് ഞാനും പിള്ളേരും കൂടിയിട്ട് അതൊരു തവണ ചെയ്തിട്ടുണ്ട്. അത് ഫ്രണ്ടിൽ നമ്മളുടെ സിറ്റ് ഔട്ടിൽ വലിയ ഷീറ്റൊക്കെ കൊണ്ടുവന്നിട്ടിട്ട് അതിൻ്റെ മീതെ മണ്ണൊക്കെ ഇട്ട് പുല്ലെല്ലാം ലൈവായിട്ടുള്ള പുല്ലെല്ലാം പിടിപ്പിച്ചൊക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഗ്രാനൈറ്റ് ഉണ്ടല്ലോ, ആ ഗ്രാനൈറ്റ് ഈ ഒരു മാസം അതിൻ്റെ മീതെ കിടന്ന് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇല്ലേ ആ ഒരു വെള്ള കളർ പോലെ ഈ ഗ്രാനൈറ്റ്, അതോടുകൂടി പപ്പട വഴക്ക് കിട്ടി. ആ പരിപാടി ഞങ്ങൾ നിർത്തി. അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ സെറ്റ് ചെയ്യാൻ അവിടെ മൊത്തത്തിൽ ഇങ്ങനെ പുല്ലൊക്കെ പിടിപ്പിച്ച് വഴിയൊക്കെ വെട്ടി ഞങ്ങളത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പണ്ട്. ഇനിയിപ്പോൾ അത് നടക്കൂല, പപ്പക്ക് ഒട്ടും ഇഷ്ടമല്ല അങ്ങനെയൊക്കെ. അങ്ങനെ എന്തെങ്കിലും കേടുപാട് വരണ പരിപാടിക്ക് പപ്പ സമ്മതിക്കൂല കേട്ടോ. അങ്ങനെയാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു സിമ്പിളായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. പക്ഷേ ഒട്ടും തന്നെ സാറ്റിസ്ഫൈഡ് അല്ല എൻ്റെ ക്രിബിൻ്റെ കാര്യത്തിൽ. ഞാൻ ഒരുപാട് ഐഡിയാസ് ഉണ്ട്, അതൊക്കെ ഒന്നും പറ്റുന്നതല്ല, എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നതല്ല. അപ്പോൾ ഇനി അടുത്ത ദിവസം നമ്മളുടെ രാവിലത്തെ കാര്യം മാത്രമേ ഞാൻ കാണിക്കണത്, കാരണം അച്ഛൻ വന്ന് വെഞ്ചരിച്ചത് മാത്രം. അപ്പോൾ രാവിലത്തെ കുർബാന കഴിഞ്ഞ് 7:30 അച്ഛൻ വരുമെന്നാണ് പറഞ്ഞത് ആദ്യം. അത് കഴിഞ്ഞിട്ട് പിന്നെ പപ്പ ചെന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞ് 8:15 വന്നേക്കാൻ ചേട്ടൻ പോയിക്കോന്ന് പറഞ്ഞ്. അങ്ങനെ പപ്പ വന്ന്. അപ്പം ഞാൻ ഏതായാലും അച്ഛന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി പഴംപൊരി രാവിലെ ഉണ്ടാക്കി വെച്ചാണ്ട്. വേറൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം തലേദിവസം പെട്ടെന്നാണ് ഇങ്ങനെ വരാം എന്ന് പറഞ്ഞത്. 2 ദിവസം മുന്നേ അല്ല നമ്മൾ അത് പറഞ്ഞു വെച്ചത്. അപ്പോൾ തലേദിവസത്തെ ഡെക്കറേഷനും ക്ഷീണവും ക്ലീനിങ്ങും എല്ലാം കൂടി കഴിഞ്ഞിട്ട് എനിക്ക് രാവിലെ എഴുന്നേറ്റിട്ട് ഒന്നും ചെയ്യാൻ പറ്റണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാനൊരു പഴംപൊരി ഉണ്ടായി. പിന്നെ നമുക്ക് കേക്ക് ഉണ്ടല്ലോ, പിന്നെ ഒരു കോഫിയും കൂടി ഇട്ടിട്ട് അച്ഛനെ കാത്തവിടെ ഇരുന്നിട്ട്. അപ്പോൾ അച്ഛനും കപ്പിയാരും കൂടി വന്നിട്ട് നമുക്ക് വെഞ്ചിരിപ്പൊക്കെ നടത്തിയിട്ട് അങ്ങോട്ട് പോകും. വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനെല്ലാം റെഡിയാക്കി കേക്ക് എടുത്തിട്ടൊക്കെ ഒരെണ്ണം കട്ട് ചെയ്ത് അതുമൊക്കെ വെച്ച്. പള്ളിയിൽ നിന്ന് വരുമ്പോഴേക്കും ഇല്ലേ അവരങ്ങനെ ഒന്നും കഴിക്കാറില്ല കേട്ടോ. ചായ പോലും മിക്ക അച്ഛന്മാരും അതെ ചായയൊന്നും കുടിക്കാറില്ല. ഒരു ഗ്ലാസ് വെള്ളം മാത്രം മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സാധാരണ പോകണം. എങ്കിലും ഇത് നമ്മളുടെ വീട്ടിലുണ്ടാക്കിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛനൊരു പീസ് കഴിച്ച്, പിന്നെ കപ്പിയാരുണ്ടായിരുന്നു, കപ്പിയാരും ഒക്കെ ഒരു പീസ് കേക്ക് എടുത്ത് കഴിച്ചായിരുന്നു. പഴംപൊരിയൊന്നും ആരും കഴിച്ചില്ല കേട്ടോ. അങ്ങനെ നമ്മളുടെ വെഞ്ചിരിപ്പൊക്കെ കഴിഞ്ഞിട്ട് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇല്ലേ, അതുകൊണ്ട് തന്നെ ലേറ്റായിട്ടേ വരുള്ളൂ കേട്ടോ. ഇന്നാണ് നമുക്ക് വെഞ്ചിരിപ്പ് നടന്നത്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ അതിൻ്റെ പേരിൽ നമുക്ക് നാളെ വീണ്ടും കാണാം. താങ്ക്